മാന്യ സദസ്സിന് വന്ദനം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് എല്ലാം നല്ല തന്നെ. പണ്ട് പണ്ട് ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിന് ഒരു ബുദ്ധിമാനായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. രാജാവിന് നായാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിനോദമായി. സമയം കിട്ടുമ്പോഴൊക്കെ നായാട്ടിന് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പോകുന്ന വഴിക്ക് ഒരു അപകടം പറ്റി. രാജാവിന്റെ കൈ മുറിഞ്ഞു, ചോര വന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അത് നല്ലേ തന്നെ. അപ്പോൾ രാജാവിന് ദേഷ്യം വന്നു. ആരുടെ ഈ മന്ത്രിയെ പോയി ജയിലിൽ അടക്കൂ. രാജാവ് ഭടന്മാരോട് കൽപ്പിച്ചു. രാജാവിന്റെ ഭടന്മാർ മന്ത്രിയെ പോയി ജയിലിൽ അടച്ചു. രാജാവ് നായാട്ട് തുടങ്ങി. ഒരു സിംഹം. രാജാവിന്റെ ഭടന്മാർ നാലു വശത്തും ചിതറി ഓടി മരത്തിന് മുകളിൽ കയറി. രാജാവ് അടിക്ക് പേടിച്ച് വരച്ച് ബോധം കെട്ടി വീണു. സിംഹം രാജാവിന്റെ അടുത്തേക്ക് വന്നു. ഒന്ന് മരത്ത് നോക്കി. ചോരമണമെന്ന് സിംഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. സിംഹം രാജാവിനെ വെറുതെ വിട്ട്. അപ്പോൾ രാജാവിന് മനസ്സിലായത്, എന്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലെങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. രാജാവ് ഭടന്മാരോട് പറഞ്ഞു, മന്ത്രിയെ ജയിലിൽ നിറക്കി വിടൂ. രാജാവ് ഭടന്മാരോട് പറഞ്ഞ് മന്ത്രിയെ ജയിലിൽ നിറക്കി വിട്ടു. മന്ത്രിയെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എന്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലെങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അങ്ങ് എന്നെ ജയിലിൽ അടച്ചില്ലെങ്കിൽ ആ സിംഹം എന്നെയും തിന്നുമായിരുന്നു. എനിക്കാണെങ്കിൽ മരത്തിൽ കയറാൻ കൂടി അറിയില്ല. എല്ലാവരും കൂട്ടത്തോടെ ചിരിച്ചു. അതിനുശേഷം രാജാവ് മന്ത്രിക്ക് കുറേ സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ കഥക്കൊരർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതെന്ന് നമ്മൾ വിചാരിക്കണം. എല്ലാം നല്ലത് തന്നെ. നന്ദി.